എല്ലാവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ അഷ്ടപതി 2 പഠിച്ചു. അതിൽ ജയദേവ കവി ഭഗവാനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ വർണ്ണനയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതെല്ലാവരും പഠിക്കുക. എന്നും ജയദേവ ഇത് പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ജയദേവ ഗുരുധ്യാനം നമ്മൾ അതിന് മുമ്പെടുത്തു. അത് പഠിച്ചുകൊണ്ടേയിരിക്കുക സാവകാശം. അതിന് മുമ്പ് താളം ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അഷ്ടപതി 2 നോക്കുക. അതിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനുണ്ട്. കാരണം അത് എഴുതിയെടുത്തതിൽ ഈ ജയദേവ വിരചിതമല്ലാതെ തന്നെ 2 നാമങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണ എന്നും ഹരേ കൃഷ്ണ എന്നും. അത് ഞാൻ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിലില്ലാതെ ഞാൻ പഠിച്ചതും അങ്ങനെയാണ്. അപ്പം അത് ആ രീതിയിൽ തന്നേ ഉള്ളൂ. അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് 2ാമത്തെ അഷ്ടപതിയെ സംബന്ധിച്ച്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുക. സാവകാശം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇന്ന് നമുക്ക് 3ാമത്തെ അഷ്ടപതി നോക്കാം. ആദ്യം ഞാനതൊന്ന് ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് വിശദാംശത്തിലേക്ക് കിടക്കാം. അഷ്ടപതി 3, രാഗം വസന്ത, താളം ആദി. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ. മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കുടീരേ. രാധേ വിഹരതി ഹരിരിഹ സരസവനാന്തി. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ. രാധേ വിഹരതി ഹരിരിഹ. ഉന്മദമദന മനോരഥവധിക വധൂജന ജനിത വിലാവേ. അളികുല സങ്കുല കുസുമ സമൂഹ നിരാകുല ബകുല കലാപേ. രാധേ വിഹരതി ഹരിരിഹ സരസവനാന്തി. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ. രാധേ വിഹരതി ഹരിരിഹ. മൃഗമദ സൗരഭ രഭസവശം വദ നവദളമാല തമാലേ. യുവജന ഹൃദയ വിദാരണ മനസിജ നഖരുചി കിം ശുക ജാലേ. രാധേ വിഹരതി ഹരിരിഹ സരസവനാന്തി. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ. രാധേ
വിഹരതി ഹരിരീഹ മദനമഹീപതി കനകദണ്ഡരുചി കേസരകുസുമ വികാസി മിളിതശിലീമുഖ പാടല പടല കൃതസ്മരതൂണ വിലാസേ രാധേ വിഹരതി ഹരിരിഹ സരസവനാന്ദേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ വിഗളിതലജിത ജഗദാവലോകന തരുണകരണകൃത ഹാസ്യേ വിഗളിതലജിത ജഗദാവലോകന തരുണകരണകൃത ഹാസ്യേ വിരഹിനി ക്രന്ദന കുന്ദമുഖാകൃതി കേതകിദന്തൂരിതാചേരാധേ വിഹരതി ഹരിരിഹ സരസവനാന്ദേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ മാധവിക പരിമളലളിതേ നവമാലികയാദി സുഗന്ധൗ മുനിമനസാമപി മോഹനകാരിണി തരുണാകാരണ ബന്ധൗ രാധേ വിഹരതി ഹരിരിഹ സരസവനാന്ദേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ സ്ഫുരദതി മുക്ത ലതാ പരിരംഭണ മുകുളിത പുളകിത ചോദേ വൃന്ദാവന വിപിനേ പരിസര പരിഗതയമുനാജല പൂതേ രാധേ വിഹരതി ഹരിരിഹ സരസവനാന്ദേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ ശ്രീജയദേവ ഫണിതമിതമുദയതി ഹരിചരണസ്മൃതി സാരം സരസവസന്ത സമയവനവർണ്ണനം അനുഗതമദന വികാരം രാധേ വിഹരതി ഹരിരിഹ സരസവനാന്ദേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ.
നന്ദകുമാര നവനീത ചോര രാധേ കൃഷ്ണ രാധേശ്യാം. നന്ദകുമാര നവനീത ചോര രാധേ കൃഷ്ണ രാധേശ്യാം. രാധേ കൃഷ്ണ രാധേശ്യാം. രാധേ കൃഷ്ണ രാധേശ്യാം. ശ്രീ രാധാകൃഷ്ണയുഗളമൂർത്തിക്ക് ജയ്. ഇനി നമുക്കതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുകൂടെ പറഞ്ഞിട്ട് വിശദമായിട്ട് പഠിക്കാം. ഇതിൽ 8 പദങ്ങളാണ് ഇതിലുള്ളത്. ശരിക്കും നമ്മൾ നേരത്തെ കേട്ടത് ഭഗവാനെ കവി സ്തുതിക്കുന്നതാണ് രണ്ടാമത്തെ അഷ്ടപദിയിൽ. ഇത് തൊട്ടാണ്, ഈ 3 തൊട്ടാണ് രാധാകൃഷ്ണ സങ്കല്പം, അതായത് കവി രാധാകൃഷ്ണ സങ്കല്പത്തിലൂടെ ജീവാത്മ പരമാത്മ തത്വം വെളിപ്പെടുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം. അപ്പോൾ രാധയും കൃഷ്ണനും സഖിയുമായിട്ടുള്ള ആത്മകഥകൾ അല്ലെങ്കിൽ അതെല്ലാം ഇത് തൊട്ടാണ് തുടങ്ങുന്നത്. ഈ 3ാമത്തെ അഷ്ടപതി തൊട്ടാണ് തുടങ്ങുന്നത്. ശരിക്കും നേരത്തെ നമ്മൾ സന്ദർഭം പറഞ്ഞായിരുന്നു, രാധാദേവി ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധാദേവി രണ്ടുപേരും ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞ്, കാരണം അവരുടെ ഇണക്കം സമാഗമം, എന്നിട്ട് അതൊക്കെയാണ് അത് വിജയത്തോടു കൂടിയ ഒരു പരിസമാപ്തിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഈ ബാക്കി അഷ്ടപദികളിലെല്ലാം കാണുന്നത്, അതിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിൽ 1 തൊട്ട് 7 വരെയുള്ള പദങ്ങളിൽ സഖി രാധാദേവിയോട് ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാണ്. കാരണം അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ് രണ്ടാളും. രാധാദേവി അന്വേഷിച്ച് ഭഗവാൻ അന്വേഷിച്ച് രാധാദേവിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സഖി ഈ പദങ്ങളിലായിക്കൊണ്ട് വസന്തകാലം, ആ കാടിൻ്റെ വർണ്ണനയാണ്. ആ വസന്തകാല സമയമായിരുന്നു. അപ്പോൾ ആ വസന്തകാല വർണ്ണനയാണ്, അതിൻ്റെ മനോഹാരിതയാണ് ഈ പദങ്ങളിലൂടെ വർണ്ണിക്കുന്നത്. അത് വർണ്ണിച്ചുകൊണ്ട് അപ്രകാരമുള്ള ആ വനത്തിൽ ഭഗവാൻ മറ്റ് യുവതികളുമായിട്ട് അല്ലെങ്കിൽ ഗോപികളുമായിട്ട് ക്രീഡിക്കുന്നു എന്ന് സഖി രാധാദേവിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത് കവി. അതൊന്ന് ചുരുക്കി നമുക്ക് ഈ 1 തൊട്ട് 7 പദങ്ങളിലാണ് അത്രയും വിശദീകരിക്കുന്നത്. അതെന്താണെന്നൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. അതിൽ വർണ്ണിക്കുന്ന വനവർണ്ണനയാണ്, പൂർണ്ണമായിട്ടും വനവർണ്ണനയാണ്. വനത്തിൻ്റെ വർണ്ണന ഇലങ്കവള്ളികളുടെ സ്പർശത്താൽ മനോഹരമായി തീർന്ന മലയമാരുതനോട് കൂടിയതും, വനത്തിൻ്റെ വർണ്ണന കുയിലിൻ്റെ കൂജനത്തോട് കൂടിയതുമായ വള്ളിക്കുടിലുകൾ നിറഞ്ഞതും, ഇലഞ്ഞി മരങ്ങളാൽ നിബിഡവും തളിരുകളുള്ള പച്ചില മരങ്ങൾ നിറഞ്ഞതും, പ്ലാശിൻ കൂട്ടത്തോട് കൂടിയതും, പുന്നപ്പൂക്കൾ വികസിച്ച് നിൽക്കുന്നതും, വനത്തിൻ്റെ ഭംഗി, പാതിരാപ്പൂക്കളാൽ ശോഭിക്കുന്നതും, മുല്ലപ്പൂക്കളുടെ സുഗന്ധത്താൽ മനോഹരവും, യമുനാ നദിയുടെ വ്യാപ്തിയിൽ പരിശുദ്ധമായിരിക്കുന്നതും, വിരഹികൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നതും രസസമ്പൂർണവുമായ ഈ വനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യുവതികളോടൊപ്പം നൃത്തം വയ്ക്കുന്നു എന്നാണ് സഖി പറയുന്നത്. ഇതിൽ ഓരോ വർണ്ണന കഴിയുമ്പോഴും വീണ്ടും ഇതിൻ്റെ വിരഹികൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നതായ ആ ഭാഗം ഒന്നും കൂടെ ചേർത്ത് പറയും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, സൂചിപ്പിച്ചതാണ്. പല്ലവി കൂടെ അല്ലെങ്കിൽ പല്ലവി അനുപല്ലവി കൂടെ ചേർത്ത് പാടിയാൽ മാത്രമേ അർത്ഥം വ്യക്തമാകൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചുരുക്കി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെയും വർണ്ണിക്കുന്നുണ്ട്, വനത്തെക്കുറിച്ച് കൂടുതലായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വനത്തിൽ ഭഗവാൻ ഗോപികളുമായിട്ട് ക്രീഡിക്കുന്നു എന്ന് അല്ലെങ്കിൽ നൃത്തം വയ്ക്കുന്നു എന്ന് സഖി രാധാദേവിയോട് പറയുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അത് 1 തൊട്ട് 7 പദങ്ങളിൽ. 8ാമത്തെ പദത്തിൽ രസകരമായ വസന്ത സമയത്തുള്ള വനം, ആ വനത്തിൻ്റെ ഭംഗി വർണ്ണിക്കുന്നതും വികാരത്തെ അനുഗമിച്ചുള്ളതുമായ ഈ ജയദേവൻ്റെ ഗീതം ശ്രീകൃഷ്ണ പാദസ്മരണയെ ഉണർത്തുന്നു എന്ന് കവി തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ വിശദാംശത്തിലോട്ട് കടക്കാം. നമുക്ക് ഇത് വിശദമായിട്ട് പഠിക്കാം. സർഗം 1 സാമോദ ദാമോദരം. നേരത്തെ നമ്മൾ പഠിച്ചതും ഇതേ സർഗത്തിൽ തന്നെ 12 സർഗങ്ങളിലുള്ള ആദ്യത്തെ സർഗം. അഷ്ടപതി 3, രാഗം വസന്ത, മേളം 17 ജന്യം, താളം ആദി, രചന ജയദേവ കവി.
അത് ജയദേവ കവി തന്നെയാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. എങ്കിലും അത് വീണ്ടും ഒന്ന് സൂചിപ്പിച്ചു എന്നേ, വീണ്ടും നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പദത്തിൽ ഇതിലും അത് എഴുതിയെടുത്തുകൊണ്ട് വേണം, അത് വെച്ച് ബുക്കും പേനയൊക്കെ കയ്യിലുണ്ടാവണം ഇത് പഠിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ അത് എഴുതിയെടുത്തിട്ട് വേണം ഇത് പഠിക്കാനിരിക്കാൻ. എഴുതിയെടുക്കാത്തവർ എഴുതിയെടുക്കുക. അപ്പോൾ എഴുതിയെടുത്ത് കഴിഞ്ഞവർ നോക്കുക. കാരണം ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയ ലൈനായതുകൊണ്ട് അതിനെ രണ്ടാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ആദ്യത്തെ ലൈനെന്ന് പറയുന്നത് 2 ഇതായിട്ട് എഴുതിയിട്ടുണ്ട്, 2 വരിയിലായിക്കൊണ്ട്. അതുപോലെ തന്നെ അടുത്തതും. പിന്നെ അതിൽ ആദ്യത്തെ പദത്തിൽ 8 പദങ്ങളാണ്. ആദ്യത്തെ പദത്തിൽ നമ്മൾ രണ്ടാമത്തെ വരിയിൽ ബ്രാക്കറ്റിൽ രാധയെന്ന് കൊടുത്തിട്ടുണ്ട് നാമം. അതുപോലെ അവസാനത്തിൽ നാമം രാധയെന്ന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാത്തിനകത്തും അങ്ങനെ വരും. പിന്നെ നമ്മൾ രണ്ടാമത്തെ പദം വരുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ വിഹരതി എന്ന് പറയുന്ന ആ ഒരു ലൈനുണ്ട്. അത് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഇതിനകത്തുള്ളത് തന്നെയാണ്. കാരണം അത് നമ്മൾ പല്ലവി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലിനി പല്ലവി ഏതാണ്, അനുപല്ലവി ഏത്? ഇതിൽ അനുപല്ലവിയും ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചതിൽ പല്ലവി മാത്രമാണ് വന്നിരുന്നത്. ഇതിലിപ്പം അനുപല്ലവിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആദ്യം പാടി ചരണത്തിൻ്റെ സ്ഥാനം അത് പാടിക്കഴിഞ്ഞിട്ട് പല്ലവി അനുപല്ലവി ചേർത്ത് വരും. എന്നാലേ അർത്ഥം അവിടെ പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ ഇത് ചൊല്ലേണ്ടത്. അപ്പോൾ ഇതിൽ അടുത്ത് നോക്കുക, വിഹരതി ഹരിരിഹ സരസവനാന്തേ എന്ന് പറയുന്നതാണ് ഇതിൽ പല്ലവി. അതിൻ്റെ അടുത്ത ലൈൻ, നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്ധേ രാധേ. അത് അനുപല്ലവിയാണ്. ഇനി നമുക്കിത് ഓരോന്നും ഓരോ പദമായിട്ട് ഞാൻ ആദ്യത്തെ പദം ചൊല്ലാം. പഠിക്കേണ്ട രീതി നേരത്തെയും പറഞ്ഞു, എന്നാലും മറന്നു പോകാതിരിക്കാൻ വീണ്ടും പറയുകയാണ്. ആദ്യം ഞാൻ ചൊല്ലുന്ന സമയത്ത് ആദ്യം മുഴുവൻ ചൊല്ലി അതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചൊല്ലാനുള്ളതാണ്. നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ പദം ചൊല്ലും, അന്നേരം കൂടെ ചൊല്ലരുത്. പിന്നെ നമ്മൾ പിരിച്ച് പഠിക്കുമ്പോൾ, അങ്ങനെയാണ് കഴിഞ്ഞതും ചെയ്തത്, പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു സമയം തരും. ആ സമയത്ത് ചൊല്ലുക, അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് പഠിക്കേണ്ട രീതി. ഇപ്പം നമുക്ക് ആദ്യത്തെ പദം നോക്കാം. ഇതും താളം ആദ്യ താളമാണ്. അപ്പോൾ ആദ്യ താളം നമ്മൾ നേരത്തെ ആദ്യ താളമാണ് പഠിച്ചത്. ആദ്യ താളം ഒന്നുകൂടെ ഞാൻ ഇടുകയാണ്. നോക്കുക. 1 2 3 4 1 2 1 2. ഇതാണ് ആദ്യ താളം. ഒന്നിട്ട് നോക്കൂ, ഞാനിടാം. 1 2 3 4. 1 2 1 2. ഇതാണ് ആദ്യ താളം. ഇത് തന്നെ ഇതിലും വരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് താളം ഉറപ്പിക്കുക. ഇനിയിപ്പോൾ ഞാൻ ആദ്യ പദം പാടാം. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കുടീരേ രാധേ വിഹരതി ഹരിരിഹ സരസവനാന്തേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ വിഹരതി ഹരിരിഹ. ഇതാണ് ആദ്യത്തെ പദം. ഇനി നമുക്കിത് പിരിച്ചു നോക്കാം. ഇത് കൂടുതൽ സമസ്ത പദങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ള ഈ അഷ്ടപദിയിൽ. ലളിതലവംഗലതാ പരിശീലന. പാടൂ. ഒന്നുകൂടെ. ലളിതലവംഗ ലതാ പരിശീലന. പാടും.
അടുത്തത് കോമളമലയ സമീരേ. പാടും. ഒന്നുകൂടെ. കോമളമലയ സമീരേ. ഈ ചേർത്ത് പാടാം. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ. പാടൂ. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈൻ ഇത് പിരിച്ച് ഇതുപോലെ വീണ്ടും വീണ്ടും കേട്ട് ഉറപ്പിച്ചതിന് ശേഷം ചേർത്ത് പാടാൻ ശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് എന്നിട്ട് അടുത്ത ലൈനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഒന്നും കൂടെ ആ ചേർത്ത് പാടാം. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ. പാടും. അപ്പോൾ ആദ്യത്തെ ലൈൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് പിരിച്ചു നോക്കാതെ. മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കൊടീരേ രാധേ. ഞാൻ ചേർത്ത് പാടിയതാണ്. ഇനി നമുക്കത് പിരിച്ചു നോക്കാം. മധുകര നികര കരംബിത കോകില. പാടും. ഒന്നുകൂടെ. മധുകര നികര കരംബിത കോകില. അടുത്തത് കൂജിത കുഞ്ച കൊടീരേ രാധേ. പാടും. ഒന്നുകൂടെ. കൂജിത കുഞ്ച കൊടീരേ രാധേ. പാടും. നീ ചേർത്തേ. മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കൊടീരേ രാധേ. പാടും. ഒരിക്കൽ കൂടെ ചേർത്ത് പാടാം. മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കൊടീരേ രാധേ. പാടും. ഇതും പാടി ഇതുപോലെ പഠിച്ച് ഉറപ്പിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ലൈൻ. വിഹരതി ഹരിരിഹ സരസവനാന്തേ. പാടും. അത് ചേർത്ത് തന്നെ പാടാം. ഒന്നുകൂടെ പാടാം. വിഹരതി ഹരിരിഹ സരസവനാന്തേ. പാടും. ഒരിക്കൽ കൂടെ. വിഹരതി ഹരിരിഹ സരസവനാന്തേ. പാടും. അടുത്ത ലൈൻ അത് പല്ലവിയാണ്. അടുത്ത അനുപല്ലവി. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ. ഇത് പിരിച്ചു നോക്കാം. നൃത്യതി യുവതി ജനേന സമം സഖി. പാടും.
ഒരിക്കൽ കൂടെ. നൃത്യതി യുവതി ജനേന സമം സഖി. പാടും. വിരഹി ജനസ്യ ദുരന്തേ രാധേ. പാടും. ഒന്നുകൂടെ. വിരഹി ജനസ്യ ദുരന്തേ രാധേ. ഇനി അവസാനം നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ള അവസാനം എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പാടി നിർത്തും. വിഹരതി ഹരിരീഹ. പാടും. ഒന്നുകൂടെ. വിഹരതി ഹരിരീഹ. പാടും. ഇതിങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് വീണ്ടും ഉറപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ പാടരുത്. അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്യാപ്പിൽ പാടുക, പ്രാക്ടീസ് ചെയ്ത് അത് ഉറപ്പിക്കുക. ഉറപ്പിച്ചതിന് ശേഷം അടുത്ത പദത്തിലോട്ട് കിടക്കുക. നമുക്ക് രണ്ടാമത്തെ പദം നോക്കാം. ആദ്യം ഞാനത് പാടാം. അല്ല, അതിന് മുമ്പ് തന്നെ ഇതൊന്നുകൂടെ ആദ്യത്തെ പദം ഒന്നും കൂടെ ചേർത്ത് പാടാം. ചേർത്ത് പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടുക. ലളിതലവംഗ ലതാ പരിശീലന കോമളമലയ സമീരേ. പാടും. രണ്ടാമത്തെ ലൈൻ. മധുകര നികര കരംപിത കോകില കൂജിത കുഞ്ച കുടീരേ രാധേ. പാടും. അടുത്തത്. വിഹരതി ഹരിരിഹ സരസവനാന്തേ. പാടും. അടുത്തത്. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ. പാടും. അടുത്തത്. വിഹരതി ഹരിരീഹ. പാടും. ഇങ്ങനെ പാടി, ഞാൻ പാടുന്നതിൻ്റെ കൂടെ പാടരുത്. ആ ഗ്യാപ്പിൽ നിങ്ങൾ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പദത്തിലോട്ട് കിടക്കാം. ഞാൻ ആ പദം പാടാം. ഉന്മദമദന മനോരഥപഥിക വധൂജനജനിത വിലാപേ അളികുലസങ്കുല കുസുമ സമൂഹ നിരാകുല ബകുല കലാപേ രാധേ. വിഹരതി ഹരിരിഹ സരസവനാന്തേ. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ. വിഹരതി ഹരിരിഹ. അപ്പോൾ ഈ പദത്തിൽ 2 ലൈനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കി ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത് നമ്മളെ പല്ലവി അനുപല്ലവി റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ്. അതെല്ലാത്തിലും ഒരുപോലെയാണ് വരുന്നത്. നമുക്കത് പിരിച്ചു നോക്കാം. ആദ്യത്തെ ലൈൻ. ഉന്മദമദന മനോരഥപഥിക. പാടും. ഒന്നൂടെ. ഉന്മദമദന മനോരഥപഥിക.
വധൂജനജനിത വിലാപേ. പാടും. ഒന്നൂടെ. വധൂജനജനിത വിലാപേ. പാടും. ചേർത്ത് ഉന്മദമദന മനോരഥപഥിക വധൂജനജനിത വിലാപേ. പാടും. അടുത്ത ലൈൻ ഒന്ന് ചേർത്ത് പാടാം ആദ്യം. അളികുല സങ്കുല കുസുമ സമൂഹ നിരാകുല ബകുള കലാപേരാധേ. ഇനി അത് നമുക്ക് പിരിച്ചു നോക്കാം. പിരിച്ചു നോക്കിയിട്ട് ചേർത്ത് പാടാം. അളികുല സങ്കുല കുസുമ സമൂഹ. പാടും. ഒന്നൂടെ. അളികുല സങ്കുല കുസുമ സമൂഹ. അടുത്തത് നിരാകുല ബകുള കലാവേരാധേ. നിരാകുല ബകുള കലാവേരാധേ. പാടും. ചേർത്ത് അളികുല സങ്കുല കുസുമ സമൂഹ നിരാകുല ബകുള കലാവേരാധേ. പാടും. അതൊന്നുകൂടെ പാടാം. ലൈൻ. അളികുല സങ്കുല കുസുമ സമൂഹ നിരാകുല ബകുള കലാവേരാധേ. പാടും. ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ പാടിയ പല്ലവി അനുപല്ലവി ഇതിൻ്റെ കൂടെ ചേർത്ത് പാടി പഠിക്കണം. അത് ഞാനിപ്പോൾ ഒന്ന് പാടാം. വിഹരതി ഹരിരിഹ സരസവനാന്തേ. പാടും. അടുത്തത് നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ. പാടും. അവസാനത്തെ വിഹരതി ഹരിരീഹ. അപ്പം 2 പദമായി ചേർത്ത് പാടി. ഞാൻ പാടുമ്പോൾ കൂടെ പാടരുത്. ആ ഗ്യാപ്പിൽ പാടി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അടുത്ത 3-ാമത്തേലോട്ട് നോക്കാം. മൃഗമദ സൗരഭരഭസവശം വദ നവദളമാല തമാലേ യുവജന ഹൃദയ വിദാരണ മനസിജ നഖരുചി കിം ശുകജാലേ രാധേ. ഇതാണ് 3-ാമത്തെ പദം. ഇനി നമ്മൾ പല്ലവി അനുപല്ലവി ചേർത്ത് പാടും. വിഹരതി ഹരിരിഹ സരസവനാന്തേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ.
വിഹരതി ഹരിരീഹ. നമുക്കതിനെ പിരിച്ചു പാടാം. ആദ്യത്തെ ലൈൻ മൃഗമദ സൗരഭരഭസവശം വദ നവദളമാല തമാലി. നമുക്കിനി പിരിച്ചു നോക്കാതെ മൃഗമദ സൗരഭരഭസവശം വദ പാടും. ഇവിടെ മൃഗമദ സൗരഭരഭസവശം വദ പാടും. നവദളമാല തമാലി പാടും. നവദളമാല തമാലി പാടും. ചേർത്ത് മൃഗമദ സൗരഭരഭസവശം വദ നവദളമാല തമാലി പാടും. ഒന്നൂടെ മൃഗമദ സൗരഭരഭസവശം വദ നവദളമാല തമാലി പാടും. അടുത്തത് യുവജനഹൃദയ വിദാരണ മനസിജ നഖരുചികിം ശുകജാലേ രാധേ. നമുക്ക് പിരിച്ചു നോക്കാം. യുവജനഹൃദയ വിദാരണ മനസിജ പാടും. ഒന്നൂടെ യുവജനഹൃദയ വിദാരണ മനസിജ. അടുത്തത് നഖരുചികിം ശുകജാലേ രാധേ പാടും. ഒന്നൂടെ നഖരുചികിം ശുകജാലേ രാധേ പാടും. ചേർത്ത് യുവജനഹൃദയ വിദാരണ മനസിജ നഖരുചികിം ശുകജാലേ രാധേ പാടും. ഒന്നൂടെ യുവജനഹൃദയ വിദാരണ മനസിജ നഖരുചികിം ശുകജാലേ രാധേ പാടും. അപ്പം ഈ പദം കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ പല്ലവി അനുപല്ലവിയോടെ ചേർത്ത് പാടും. വിഹരതി ഹരിരിഹ സരസവനാന്തി പാടും. നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ രാധേ പാടും. വിഹരതി ഹരിരിഹ പാടും.
അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം ക്ലാസ്. ഇത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ആ ഗ്യാപ്പിൽ പാടി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും വിനീത നമസ്കാരം.